അയർലാൻഡിലെ ബെൽഫാസ്റ്റിൽ നിന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വീഡിയോൻ്റെ മുൻപത്തെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബസ്സിലാണ് ബെൽഫാസ്റ്റ് സിറ്റിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ സിഗ്നലിൽ വന്നിട്ട് വണ്ടി നിർത്തിയ സമയത്ത് എനിക്ക് ആ ഒരു കമ്പിയിൽ ചെയ്തിട്ടുള്ള ഒരു പ്രതിമ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്, ഒരു പെൺകുട്ടി ഒരു വളയം കൈപ്പിടിച്ച് നിൽക്കുന്ന പോലെ. പക്ഷേ ആ നൈറ്റിൽ നല്ല ലൈറ്റൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അയർലാൻഡിൽ വന്നതല്ലേ, ഒരു അയർലാൻഡ് ബാങ്കിൻ്റെ ഒരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ബാങ്കിൻ്റെ അല്ല, ബാങ്കിൻ്റെ പുറത്തുള്ള ബിൽഡിങ്ങിൻ്റെ കേട്ടോ. അങ്ങനെ ഞാൻ പോകുന്ന സമയം കണ്ടോ, ഇവിടെ കാണുന്ന ബസ്സുകളെല്ലാം പിങ്ക് കളറിലാണ് കേട്ടോ ഉള്ളത്. കാരണം ചില ബസ്സുകൾ ഒരു നിലയുണ്ട്, ബാക്കിയുള്ള ബസ്സുകൾ 2 നിലയുണ്ട്. ഈ പോകുന്നതെല്ലാം 2 നില ബസ്സുകളാട്ടോ. ഞാൻ കയറിയിരിക്കുന്നത് 2 നില ബസ്സിലാണ്. അങ്ങനെ ഞങ്ങൾ വിസിറ്റ് ബെൽഫാസ്റ്റ്. ഇതിവിടെ സിറ്റിയാണ് കേട്ടോ, മെയിനായിട്ടുള്ള സിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സിറ്റി ഹാളെന്നും പറഞ്ഞിട്ടൊരു ഹാളുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ എല്ലാവരും പറയുന്നത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അത് കാണാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവസാനം ഞാനത് കണ്ടുപിടിച്ചു കേട്ടോ, സിറ്റി ഹാൾ. ആ സിറ്റി ഹാളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബൈബിളിൽ 2 പേര് നിന്നിട്ട് വചനം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഇംഗ്ലീഷിലാണ്. അവിടെ ഇംഗ്ലീഷാണല്ലോ ഇവിടുത്തെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ അവിടെ നിന്നിട്ട് കുറച്ച് 2-3 വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ആ ഒരു സിറ്റി ഹാളിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു പുല്ലിലേക്ക് തന്നെ ആളുകൾ ഇരിക്കുന്നു. പിന്നെ നല്ല രസം, നല്ല ഭംഗിയുള്ളൊരു ഇതായിരുന്നു. പിന്നെ ഗ്രൂപ്പായിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അതായത് അവരെന്തോ ടൂറിന് എന്തോ വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരെ കുറച്ച് ആളുകൾ ഗ്രൂപ്പായിട്ടൊക്കെ പോകുന്നു കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ആ ഒരു സിറ്റീൻ്റെ ആ ഒരു കോമ്പൗണ്ടിനുള്ളിൽ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കണോ ടോക്കൺ എടുക്കണോ എന്നൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറണം വെച്ചെങ്കിൽ വേണ്ട. പക്ഷേ ആ ഹാളിൻ്റെ അകത്ത് കയറണമെങ്കിൽ, ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം എന്നൊക്കെ ആ ഒരു ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തുള്ളത് ഡെത്ത്, ബർത്ത്, അതുപോലെ മാരേജ്, പാർട്ട്ണർഷിപ്പ് ഓഫീസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് പ്രവർത്തിക്കുന്നതാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഓപ്പണിംഗ് ഹവേഴ്സ്, എന്തൊക്കെ കാര്യങ്ങളാണ്, എക്സിബിഷൻ, അങ്ങനെ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ വലിയ കാര്യമായിട്ട് അതിനകത്ത് കയറാൻ പോയില്ല. അതിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറാൻ പോയിട്ടില്ല. പുറത്തു കൂടെ നടന്നിങ്ങനെ ചുറ്റൂറൊക്കെ നടന്നിങ്ങനെ കണ്ടു കുറച്ച് ആൾക്കാർ. അപ്പോൾ ഒത്തിരി ആളുകളുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ സമ്മർ സീസണാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സീസൺ എന്ന് പറഞ്ഞാൽ സമ്മർ സീസൺ ആണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഒത്തിരി ആളുകൾ വളരെയധികം എൻജോയ് ചെയ്തിട്ട് അവിടെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടില്ലേ, ഏത് രാജ്യത്ത് പോയാലും ഞാൻ കണ്ടിരിക്കുന്നത് അവിടുത്തെ ഗാർബേജ് സെഗ്രിഗേഷനാണ് കേട്ടോ. ഒരു കറക്റ്റ് ടൈമിൽ തന്നെ അവിടെയൊക്കെ തിരക്ക്, ജനസാന്ദ്രത കൂടിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകൾ ഇങ്ങനെ വേസ്റ്റ് ഇങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ആരും അലക്ഷ്യമായിട്ടല്ലാട്ട് ഇടുന്നത്, അതായത് ട്രാഷ് ബിൻസുകൾ അവർ പ്ലേസ് ചെയ്തിട്ടുള്ളതിനകത്ത് തന്നെ മനുഷ്യന്മാർ അത്രയും ഭംഗിയായിട്ടൊരു സിറ്റി കൊണ്ടു കിടക്കുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ നോക്കി അറിയാലോ, അവിടെ ഇവിടെയും പ്ലാസ്റ്റിക്കും കാര്യങ്ങളെല്ലാം. അപ്പോൾ എന്തായാലും ഞാനൊരു കോഫി കുടിക്കണം എന്ന് വെച്ചിട്ടാണ് അപ്പുറത്തേക്ക് ചാടുന്നത്. അപ്പോൾ ഈ വീഡിയോൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോ കാണാം.